അഖിൽമാരാര് വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണം, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം നേടലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് അഖിൽമാരാര് ചോദിക്കാനുള്ള ചോദ്യം, എങ്കിൽ നിങ്ങൾ ആരെ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. അഖിൽമാരാർ എവിടെയെങ്കിലും പറഞ്ഞു അപ്സരയാണ് കിടന്നു കൊടുത്തിട്ട് കയറിയെന്ന്? ഈ പന്ന നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ആൽബിന്. മറ്റേ അഖിൽമാരാർ വിളിച്ചിട്ട് പാരത്തെറിയാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പല സ്ത്രീകളും അങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നു എന്നുള്ളത് മാത്രമേ പുള്ളി പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അപ്സരയ്ക്ക് ഇങ്ങനെ പറ്റിയെന്നോ അത് ശരണിക്ക് ഇങ്ങനെ പറ്റിയെന്നോ അത് ജാസ്മിൻ ഇങ്ങനെ പറ്റിയെന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളിയോട് പേര് പലരും ചോദിച്ചിട്ടും പുള്ളി ആ പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് 2-3 പെണ്ണുങ്ങൾ അല്ലാതെ തന്നെ വന്ന് യൂട്യൂബിലൊക്കെ ലൈവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാതെ അതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഈ ഊളം മറ്റേ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഇവൻ്റെയൊക്കെ. ചുമ്മാ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നല്ല അത്യാവശ്യം നല്ലപോലെ വയറ് നിറച്ച് കിട്ടിയാണ്. ഈ ഫോൺ കോൾ 2 ദിവസമായിട്ട് കറങ്ങുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ വെക്കാം. പലതൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങളങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം എന്താ ചോദിച്ചു? അല്ല, പലതൊണ്ടയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നവരെന്ന് നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. നീ എന്താ പറയല്ലേ? എനിക്ക് നിന്നെ പറ്റി നല്ല അഭിപ്രായമാണ്. നീ നല്ല പോലത്തെ മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്തയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വിറ്റ് ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ അതിനെ പറ്റി ഒന്നും. എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ എനിക്കൊരു മൈര്യമില്ലടാ മൈരേ. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല്ല് അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കല്ല് ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവർ ഞാൻ മനസ്സിലായിട്ടെടുത്ത് നീ സ്വഭാവമല്ല. നീ മിണ്ടാതില്ല, പറയുന്ന കൂടെ കേൾക്കാം. നീ ആവശ്യം എനിക്ക് എന്താണ്? ആൾക്കാരടുത്ത് പോയിട്ട് ഉണ്ടാക്കിയാൽ മതി. പറഞ്ഞോണ്ടിരുന്നത് നീ നാട്ടുകാർ നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. സ്വന്തമായിട്ട് അഭിപ്രായമില്ലടാ. കൊലയാളി പോലെ ഞാൻ പെണ്ണുങ്ങളെ കിടന്നു കൊടുത്തിട്ട് കയറുന്നു. നീ കേട്ടോ? ഞാൻ ചോദിച്ചു പല ആൾക്കാർ പറയുന്നത് കേട്ടിട്ടാണ് നീ ഇത്ര നാൾ പറഞ്ഞത്. എന്റെ ഫോണിൽ നീ വിളിച്ചിട്ട് എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം. നീ ആരടാ? ഒന്ന് സുഹൃത്തെ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അഡ്രസ് അയച്ചു. നിനക്ക് ഒരു നട്ടലുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വാ. നീ നട്ടലുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വാ. നീ നട്ടലുള്ളവനാണെങ്കിൽ വീട്ടിലേക്ക് വാടാ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ വളരെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു ഈ ആൽബി. ഇവൻ ലോക പൊട്ടനാന്ന് തോന്നുന്നു. ലോക പൊട്ടെന്ന് പറഞ്ഞാൽ ഒരു അല്ലെങ്കിൽ വലിയ ബുദ്ധിമാനാണ്, ഭയങ്കര ബുദ്ധിയാന്ന് വിചാരിച്ച് സ്വയം പൊട്ടത്തിറത്തി പോയി ചാടുന്ന കുറേ ടീംസില്ല നമ്മുടെ നാട്ടിൽ. അതുപോലത്തെ ഒരാളാണ് ഇവൻ. അഖിൽ ക്ലിയറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അഖിൽ പറഞ്ഞിട്ടുള്ളത് ചില സ്ത്രീകൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്, സാമ്പത്തിക ഇടപാടുണ്ട്, സാമ്പത്തികമായിട്ട് അവരെ ചൂഷണം ചെയ്യുന്നുണ്ട്, ചില കണ്ടസ്റ്റൻറ്റിനെ വരെ ആണുങ്ങളെ വരെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അല്ലാതെ ഇവൻ്റെ ഭാര്യയെ കിടന്നു കൊടുത്തെന്നോ ഈ അപ്സര എന്ന് പറയുന്നവൾ അവൾ ലോക പൊട്ടിയാന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്നോ നാളെയോ ഔട്ടാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവളുടെ പ്രവർത്തനമൊക്കെ അതിനകത്ത് അതുപോലെയാണ്. അവൾ മറ്റേ ഡബിൾ ടൈം ക്യാപ്റ്റനായിരുന്നു, ബെസ്റ്റ് ക്യാപ്റ്റനായിരുന്നു, ഭയങ്കരമാണ് അവൾ, ഭയങ്കര ഒരു സംഭവമാണ് അവളെ തന്നെ വിളിക്കുന്നത് മറ്റേ ക്യാപ്റ്റൻ കൂൾ, മറ്റേ ധോണിയെക്കാട്ടിലും വലിയ ക്യാപ്റ്റനാണെന്ന് അവളുടെ വിചാരം. എന്താണേലും ഇന്നോ നാളെയോ പുറത്ത് വരുമ്പോൾ അതിന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഈ ആൽബിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൾ പുറത്തു വന്നാൽ എനിക്ക് സന്തോഷമാണെന്ന്. കാരണം ഇയാൾ അറിഞ്ഞു കാണും, ഈ കുറേ ആൾക്കാർ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ടല്ലോ ഇതുപോലത്തെ മറ്റേ വോട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവന് മനസ്സിലായി ഇത് ഇനി ഇവൻ്റെ പരിപ്പ് എൻ്റെ ഭാര്യയുടെ പരിപ്പ് അവിടെ വേവുമില്ല, ഭാര്യ വെച്ച അരി അവിടെ വേവുമില്ല, അത് മാറ്റി വെച്ചേക്കാവുന്നുള്ള ഇതിലാണ്. ഉടനെ പുള്ളി സ്റ്റാൻഡ് മാറ്റി. അവൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാണ്. കാരണം ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാകാമല്ലോ. അതായത് എന്താണ് ഇത് ഒരു ബോധം വെള്ളിയാഴ്ചയും മറ്റേ എന്താ പറയണ്ടേ ഇവനെയൊക്കെ. അതുപോലെ വേറെ ഒരാൾ മറ്റേ ജാസ്മിൻ്റെ ഉപ്പ കൊണ്ടുപോയിട്ട് കുറേ യൂട്യൂബേഴ്സിൻ്റെ പേരിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേരിലൊക്കെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അയ്യോ എന്താണ് ഈ ഉദ്ദേശിക്കുന്നത്? പബ്ലിസിറ്റിയാണോ? പബ്ലിസിറ്റി ആണെങ്കിൽ വേറെ പല പരിപാടി ചെയ്യാം. പബ്ലിസിറ്റിക്കാണെങ്കിൽ അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറിയായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്താണേലും കൊള്ളാം. ബിഗ് ബോസ് സീസൺ 6 എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലത്തെ വളിപ്പ് പരിപാടി ഇത്രയും കാലം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു. ഈ കൊല്ലം ഈ കുറേ എണ്ണത്തിനെ അവിടുന്ന് പൊക്കിയെടുത്ത് ദൂരെ കളയുമെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റ്. അതോടെ കൂടെ തീരും ഈ കഴപ്പ്.